From the dust I was born, to the dirt I shall return when my eyes are closed. So hello guys, welcome back to the another video. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഫണ്ണി ആപ്ലിക്കേഷൻ ആണ്. ഇന്നത്തെ വീഡിയോ കൂടെ നോക്കുന്നത് കാര്യം ഈ ആപ്ലിക്കേഷൻ ചിലർക്ക് യൂസ് ആവും, ചില ആപ്ലിക്കേഷൻ യൂസ്ഫുൾ അല്ലാത്ത കുറച്ച് ഫണ്ണി ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ചിലപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. My enemies will think they won, but I'm here to stay. Destiny. ഗൈസ്, ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ പറയുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡായിട്ട് ഞാൻ കാണിക്കുന്നുള്ളൂ. കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ഫോൺ അതിൽ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓൺ ദ ഫേസ് കാണിച്ചുകൊണ്ട് തന്നെ വീഡിയോ സ്ക്രീൻ റെക്കോർഡറായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷനാണ്, ഒരു ഗെയിമാണ്, ദ വൺ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഗെയിം നൈസ് എക്സ്പീരിയൻസ് ആണ് തന്നിരുന്നത്. കാര്യം എനിക്ക് ഇച്ചിരി ഫണ്ണായിട്ട് തോന്നി. ഇതിലെ ഫൈറ്റിംഗ് രീതിസ് കാര്യങ്ങൾ. ഇത് നമ്മളൊരു ഹെലിപ്പാഡിൻ്റെ മണ്ടയ്ക്ക് വരും. അതുപോലെ കുറേ മാപ്പും കാര്യങ്ങളും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ടൂൾസ് കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ലെവൽ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പീപ്പിൾ അല്ലെങ്കിൽ ആളെ നമുക്ക് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് വെക്കാം, ഏതാളെ വേണമെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഗെയിമിനകത്തുണ്ട്. നമ്മൾ ജസ്റ്റ് പ്ലേ കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങൾ വരും. ഈ സ്ഥലങ്ങളൊക്കെ നമ്മളിനി അൺലോക്ക് ചെയ്യണം. കാര്യം ഇതുപോലെ ഒന്നാമതെത്തി നമ്മൾ അൺലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവൽ ഞാൻ ഹെലിപ്പാഡിൽ തന്നെയുള്ള ലെവൽ എടുക്കുകയാണ്. ഇപ്പം നമുക്ക് 4 പേരാണ്. ഇതുപോലെ വന്ന് ഫൈറ്റ് ചെയ്യുക. നമ്മൾ താഴെ പോയ ഔട്ടാണ്, ഓൺ ദ വേ ഔട്ട് തന്നെയാണ്. താഴെ പോയാൽ നമുക്ക് റിവൈവ് ആയി വരണമെങ്കിൽ ഒന്ന് ആഡ് ഉണ്ടാവും, നമുക്ക് റിവൈവ് ആയി വരാം. ഇതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും കൂടി ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് കയറാനുള്ള ഒരു ഇതുണ്ട്. നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് കുറച്ച് ആഡ് അല്ലാതെ തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആഡും കാര്യങ്ങളൊക്കെ ഞാനിത് ഒന്ന് പോസ് ചെയ്ത് ഇട്ടേക്കുവാണെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡിലുള്ള ആഡ് കാണിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഫണ്ണി ഗെയിമാണ്. പിന്നെ ഈ ഗെയിമിൻ്റെ സെറ്റിങ്സിനകത്ത് നോക്കുവാണെങ്കിൽ വലിയ സെറ്റിങ്സ് ഒന്നുമില്ല. സൗണ്ട്, വോയിസ്, ഹിപ്പൊക്കെ, സൗണ്ട്, ഷാഡോസ് ഇതൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ ഗ്രാഫിക്സ് ഹൈ വരെ നമുക്ക് കൊണ്ടുവന്നിടാം. പിന്നെ ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. നമുക്ക് ഓൺലൈനൊക്കെ നെറ്റൊക്കെ കണക്ട് ചെയ്ത് കളിക്കാം. നമ്മുടെ കൂടെ എതിർ ടീമായിട്ട് വരുന്നതൊക്കെ ഓൺലൈൻ പ്ലേയേഴ്സ് ആയിരിക്കാം, ചിലത് ബോട്ടായിരിക്കാം. പക്ഷേ ഓൺലൈൻ പ്ലേയേഴ്സ് ആവാനാണ് സാധ്യത. കാര്യം ഒരു ഇടിക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ വെളിയിൽ പോകുകയും ചെയ്യുന്നുണ്ട്. അതും നല്ല പവർഫുള്ളായിട്ടുള്ള ഗെയിമാണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചാർജിങ് ഫണ്ട് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫണ്ണായിട്ട് മൊബൈൽ ചാർജിങ് ഡിസൈൻസ് ഒക്കെ നമുക്ക് ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഫ്രീ വേർഷൻ അല്ലെങ്കിൽ ഇത് ലിമിറ്റഡ് ആയിട്ട് കിടക്കണം. നമ്മൾ വർഷം റിന്യൂവേറ്റ് ചെയ്യണം, പൈസ കൊടുത്ത് റിന്യൂവേറ്റ് ചെയ്യണം. ട്രയൽ റണ്ണിന് അങ്ങാണ്ട് ഇത്ര 3 രൂപ കൊണ്ടാണ് ഈടാക്കുന്നത്. ജസ്റ്റ് നമുക്കിവിടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ആനിമേഷൻ പ്രസ് ചെയ്യുമ്പോൾ ഒരു ആഡ് വരും. ആഡുണ്ട്, ചിലപ്പോൾ ആഡ് കാണിക്കത്തില്ല, ചില സമയത്ത് ആഡ് വരും. ആഡ് നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ആനിമേഷൻ വരും. നമ്മളിവിടെ സെറ്റ് ആനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ കുത്തിയിടുന്ന സമയത്ത് ഈ ഒരു ആനിമേഷനിലായിരിക്കും മൊബൈൽ ചാർജ് ആവുന്നത് കാണിക്കുന്നത്. അപ്പോൾ ചാർജ് ആവുന്ന സമയത്ത് ഇതുപോലെ ഈ ക്യാറ്റ് അങ്ങനത്തെ കുറച്ച് കോപ്രൈംസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. ഒരു ഫണ്ണായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് കനോട്ട് ഫൈൻഡ് ഫൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഇതെനിക്കൊരു സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഒരു യൂസ്ലെസ് ആപ്ലിക്കേഷനായിട്ടാണ് തോന്നിയത്. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കുരുക്കിട്ട് നമുക്ക് തരും. ആ കുരുക്ക് അഴിച്ച് നമ്മൾ കറക്റ്റ് ഒരു ഡിസൈനിൽ ചെയ്ത് വെക്കണം. അതേ ഉള്ളൂ. ആ ഒരു ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ നമുക്ക് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഒരു കുരുക്കാണ്. ഈ മഞ്ഞ കാണിക്കുന്ന ഭാഗം ആ കുരുക്ക് റെഡിയായി വരുവാണ്. നമ്മൾ അതേപോലെ ഇത് കുറേ ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ എങ്ങനെയൊക്കെ ആക്കുമ്പോൾ കുരുക്ക് റെഡിയായി വരും. അത് റെഡി ആവാതിരിക്കത്തില്ല, കാര്യം അങ്ങനെയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം കണ്ടോ ഇങ്ങനെ റെഡി ആക്കും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് അല്ലെങ്കിൽ ഒരു യൂസ്ലെസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ്ലെസ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിനകത്ത് വലിയ രസമൊന്നും നമുക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഫണ്ണായിട്ട് നമുക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി വിടുമ്പം അതിൻ്റെ ആ ഒരു കുരുക്ക് റെഡിയായി വരുമ്പോൾ ആ ഗെയിമിനകത്ത് നമ്മൾ വിന്നാവും. അത്രേ ഉള്ളൂ. ഒരു ഫണ്ണായിട്ടുള്ള ഗെയിം. അടുത്ത ഗെയിമാണ് എപ്പിക് ഫൾ 3D എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി കൂടെ ഫണ്ണി ഗെയിമാണ്. കാര്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. കാര്യം ഈ ഗെയിമിനകത്ത് നമ്മളൊരു മുളവാണ് അല്ലെങ്കിൽ ഏതിലും
നമുക്ക് സ്കിൻസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമുക്ക് ആ മുളക് മാത്രമേ ഉള്ളൂ, വേറെ ചിലപ്പം ക്യാബേജ് അങ്ങനെയുള്ള ഓരോ വെജിറ്റബിളായിട്ടുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്ലേയേഴ്സിൻ്റെ എണ്ണം കാണിക്കുന്നുണ്ട്. ഓൺലൈനാണ് ഈ ഗെയിം. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിനകത്തൊന്നും കയറരുത്. കത്തിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു പോവും. അപ്പോൾ നമ്മളെ ഇത് കണ്ടോ, അരിഞ്ഞ് നമ്മളെ കൊല്ലും. അതുകൊണ്ട് കത്തിക്കകത്ത് കയറല്, ഇതിനകത്ത് ഓടി വിന്നാവണം. നമ്മൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള പാത്തുണ്ട്. കാര്യം ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അയ്യോ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. കത്തിയുടെ തുമ്പത്ത് കൊണ്ടായത് കണ്ടോ, അരിഞ്ഞ് നമ്മളെ ഇടും. അപ്പോൾ നമ്മൾ ചത്തുപോകും. പിന്നെയും നമ്മൾ റീസ്പോണായിട്ട് ബാക്കിൽ നിന്ന് ഓടി വരണം. അങ്ങനെയാണ് ഒരു ഗെയിമിൻ്റെ ഇത്. നമ്മൾ ആ ലൈനിൽ കയറണം. കാര്യം അത്ര ഇതിൽ ലൈനിൽ കയറി വിന്നായാലും നമുക്ക് വിന്നാവാൻ പറ്റും. എന്നിട്ട് ഒരുമാതിരി ഒരു ഡാൻസും കളിക്കും. സോ ഇതൊരു ഫണ്ണി ഗെയിമാണ്. കാര്യം എനിക്ക് ഇതിനോട് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ മുളകായിട്ട് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പച്ചക്കറി ആയിട്ട് വന്നിട്ട് ഓടി പോവുക. ഫ്രണ്ടിലുള്ള കത്തി അല്ലെങ്കിൽ കുറച്ച് ടൂൾസ് കാണും, അതിൽ ടച്ച് ചെയ്യാതെ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ തട്ടിയിട്ടിട്ട് നമ്മൾ പോയാലും വിന്നാവും ഈ ഗെയിമിനകത്ത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആപ്ലിക്കേഷനാണ് ഫേക്ക് കോൾ എന്നാണ് ഈ ആപ്ലിക്കേഷൻ പേര്. ഇത് കുറേ പേര് യൂസ് ചെയ്യും. കാരണം എല്ലാവർക്കും ഒന്ന് പ്രാങ്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേക്ക് കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫേക്ക് കോൾ ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ നമ്മൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അവിടെ പേര് കൊടുക്കാനുണ്ട്. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പേര്, അല്ലെങ്കിൽ ഒരു ബോയ്സ് ആണെങ്കിൽ ഗേൾസിൻ്റെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ബോയ്സിൻ്റെ പേര് കൊടുക്കാം. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ആരെയാണോ പ്രാങ്ക് ചെയ്യുന്നത് അവരുടെ മുമ്പിൽ ഇങ്ങനെ പേര് കൊടുത്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പറും കൂടെ കൊടുക്കുക. അതിനുശേഷം കോൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കോൾ വരും. അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്യുക. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഫോണിൽ കൊടുത്തിട്ട് ഫോൺ കോൾ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അതിനുശേഷം നിങ്ങൾക്ക് ആ കോളിൽ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ അവരൊന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ ഒരു കോളിലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ബിസിയിലാണെന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സൈലൻ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോണിൻ്റെ റിംഗ് ടൂൺ അടക്കം അത് പ്ലേ ചെയ്തിട്ടായിരിക്കും കോൾ വരുന്നത്. റിംഗ് ടൂണൊക്കെ നമുക്ക് അടിക്കും. നമ്മുടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വെക്കുമ്പോഴത്തേന് കോൾ വരുന്ന രീതിയിൽ നമുക്ക് അവരെ പ്രാങ്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സാധിക്കും. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്താൽ നോർമലി ആ കോൾ കട്ടാവും. പക്ഷേ ഈ ഫോൺ കോളിൽ ആരും സംസാരിക്കത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്ക്രീനിൽ അങ്ങനെ കാണിക്കുന്നു എന്നതേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. സോ നമ്മൾ അടുത്തൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇനി ഇതുപോലെ എനിവേ ഗൈസ്, ഇന്ന് വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ അധികം വൈകാതെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും